ഈ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതിൽ ഇന്നും താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ഡീസൽ തീർന്ന ടൂറിസ്റ്റ് ബസ് ചുരം വ്യൂ പോയിന്റിന് സമീപം കുടുങ്ങിയതിനാലാണ് ഇത്തരത്തിലൊരു ഗതാഗത കുരുക്ക് ഇന്ന് അനുഭവപ്പെട്ടത്. രാവിലെ 6:45 കൂടിയാണ് ഇത്തരത്തിൽ ബസ് കുടുങ്ങിയത്. 8 മണിയോടുകൂടി ഡീസൽ എത്തിച്ച് ബസ് മാറ്റിയെങ്കിലും കനത്ത ഗതാഗത കുരുക്കാണ് ഇപ്പോഴും ചുരത്തിൽ അനുഭവപ്പെടുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ക്രിസ്മസ് അവധിയാണ്, അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ അടക്കം ഈ താമരശ്ശേരി ചുരത്തിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് തുടരുകയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും ചുരം മേഖലയെ ഒന്നാകെ ബാധിക്കുക. പോലീസ് അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം കൊടുത്തിരുന്നു. പ്രധാനമായും ചുരം വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഭക്ഷണവും വെള്ളവും ഒക്കെ കയ്യിൽ കരുതണമെന്ന കാര്യവും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് 6:45 കൂടി ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതാണ് ഇന്ന് ഇത്തരത്തിലൊരു ഗതാഗത തടസ്സത്തിന് കാരണമായത്. എന്തായാലും ഇപ്പോൾ ബസ് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും വാഹനങ്ങളൊക്കെ തന്നെയും മന്ദഗതിയിലാണ് നീങ്ങുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആതിര.